വികസന കവാടം തുറന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ സന്ദർശനം നടത്തുകയാണ്. പരമ്പരാഗത തലപ്പാവ് സമ്മാനിച്ചാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. കുട്ടികളുമായി സംവദിച്ച അദ്ദേഹം അവർ വരച്ച ചിത്രവും സമ്മാനമായി സ്വീകരിച്ചു. 2023 ഗോത്ര സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ചുരാചന്ദ്പൂർ. 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് മോദി ഇവിടെ തുടക്കം കുറിക്കും. വലിയ സ്വീകരണമാണ് ഗോത്രവിഭാഗങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് അവർ നൽകിയിരിക്കുന്നത്. കുട്ടികളുമായി അദ്ദേഹം സംവദിക്കുകയും അവർ സമ്മാനിച്ച ചിത്രങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇനി ഉള്ളത് ഗോത്ര വിഭാഗങ്ങളെ കാണുക എന്നുള്ള ഒരു ദൗത്യമാണല്ലോ. കുക്കി, മെയ്തി ഗോത്ര വിഭാഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തും എന്നാണ് മനസ്സിലാക്കുന്നതും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇംഫാലിൽ നിന്നും ചുരാചന്ദ്പൂരിലേക്ക് അദ്ദേഹം റോഡ് മാർഗമാണ് എത്തിയത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ചുരാചന്ദ്പൂരിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പരമ്പരാഗത രീതിയിലാണ് മണിപ്പൂർ ജനത സ്വീകരിച്ചിരിക്കുന്നത്. ചുരാചന്ദ്പൂരിൽ ഏതാണ്ട് 7300 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. കുക്കി മേൽക്കൈയുള്ള മേഖലയാണ് ചുരാചന്ദ്പൂർ എന്നുള്ളത്. ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ, കുക്കി, മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ പതിറ്റാണ്ടുകളായി സംഘർഷം നിലനിൽക്കുന്ന ഭൂമിയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം മിസോറാമിൽ സംസാരിച്ച അതായത് മിസോറാമിലെ ചരിത്ര പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ വോട്ട് ബാങ്കിനായി ഈ വടക്കൻ മേഖലയിൽ, അതായത് വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ജനതയെ വോട്ട് ബാങ്കിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളായി ഉപയോഗിച്ചു എന്നുള്ളൊരു വിമർശനവും അദ്ദേഹം നടത്തി. പരോക്ഷമായ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നേരെയുള്ള ഒരു വിമർശനമായിരുന്നു അത്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഭരിച്ച ഭാരതത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു. അവിടേക്ക് വികസനത്തിൻ്റെ ഒരു നാന്ദി പോലും കുറിക്കുവാൻ വേണ്ടി കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ മിസോറാമിലെ റെയിൽ പദ്ധതി തന്നെ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ അത്തരം ചർച്ചകൾ ആരംഭിച്ചെങ്കിലും 2015 അതായത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിൽ പിന്നെയാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടതും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങിയതും. ഇപ്പോൾ മണിപ്പൂരിലും സമാനമായ രീതിയിൽ 7300 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ ചുരാചന്ദ്പൂരിൽ മാത്രം പ്രധാനമന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അദ്ദേഹം ഇംഫാലിലേക്കാണ് പോകുന്നത്. ഇംഫാലിൽ 1200 കോടി രൂപയുടെ പദ്ധതിയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇംഫാൽ മെയ്തി വിഭാഗത്തിൻ്റെ വളരെ സ്വാധീനമുള്ള മേഖലയാണ്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രബിന്ദു ഈ ഇംഫാൽ നഗരമാണ്. അങ്ങനെ ഇംഫാലിലേക്ക് അദ്ദേഹം പ്രധാനമന്ത്രി കടന്നെത്തിക്കൊണ്ട് ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തുമെന്നുള്ള ചില സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതായത് ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഉന്നത നേതൃത്വം, അതായത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത നേതൃത്വം ഇരു വിഭാഗങ്ങളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ മണിപ്പൂരിൽ ഇപ്പോൾ സമാധാനം പുലരുന്നത്. വലിയ ഏതാണ്ട് കഴിഞ്ഞ ജനുവരി, ഡിസംബർ, നവംബർ ഒക്കെ ആ ഒരു സമയങ്ങളിൽ വലിയ രീതിയിൽ സംഘർഷം ആളിപ്പടരുന്ന സാഹചര്യമായിരുന്നു. ദിവസവും വലിയ രീതിയിൽ ഈ സംഘർഷത്തെ തുടർന്ന് സാധാരണക്കാരും അതേപോലെ തന്നെ സൈനിക വിഭാഗങ്ങളിലെ അംഗങ്ങളുമൊക്കെ തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ശക്തമായ നടപടികളിലേക്ക് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കടന്നിരുന്നു. ഇതിനൊക്കെ തന്നെ പുറമെ അവിടെ വികസനത്തിൻ്റെ ഒരു വലിയ നാൾവഴി തുറക്കണമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 8500 കോടി രൂപയുടെ പദ്ധതികളാകെ മണിപ്പൂരിൽ നടപ്പാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതിന് നാന്ദി കുറിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ നന്ദൻ, തുടരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ സന്ദർശനം നടത്തുകയാണ്. വിവിധ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന വേദിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. It is with deep respect and great pride that I stand before you today
in the historic vibrant town of Churchandpur on the occasion of the Honorable Prime Minister's visit to this beautiful state of Manipur. मैं हमारे माननीय प्रधानमंत्री जी का हमारे राज्य में आगमन और हम सभी के बीच उपस्थित होने के लिए हार्दिक आभार व्यक्त करता हूं। माननीय प्रधानमंत्री जी बाय एक रोड से लंबी जर्नी करके आज आपके बीच में उपस्थित हुए हैं, उनको एक बार तहे दिल से इसका भी शुक्रिया करता हूं। Churchandpur is not just a geographical location, it's a symbol of rich cultural diversity, resilience and the spirit of unity. The people of this land, representing a mosaic of tribal and ethnic communities, have for generations contributed to the social, cultural and economic fabric of our state and our nation. माननीय प्रधानमंत्री जी, आज आपकी यहां उपस्थिति चुरचांदपुर और पूरे मणिपुर राज्य के लोगों के लिए अपार प्रेरणा और प्रोत्साहन का सोर्स है। समावेशी विकास, सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के प्रति आपकी प्रतिबद्धता इस क्षेत्र के लोगों की आकांक्षाओं के साथ गहराई से प्रतिध्वनित होती है। आपके दूरदर्शी नेतृत्व में पूर्वोत्तर को मार्जिन से मुख्य धारा में लाया गया है। द फोकस ऑन कनेक्टिविटी, इंफ्रास्ट्रक्चर, डिजिटल एक्सेस, एजुकेशन and healthcare has brought hope and new opportunities to our youth. Today, as we look forward, we also acknowledge the challenges that we must face together. Challenges of peace, development and trust. Today is the time to heal and help and look forward with dialogue, understanding and inclusive governance. I am confident that Manipur will emerge resilient, more united and prosperous. हम सभी अपने समाज को शांति, प्रगति और तीव्र विकास के लिए एक जीवंत स्थान बनाने में योगदान दें। Bringing development to remotest corner and reaching out to the last mile is one of the cornerstones of Viksit Bharat, which calls for inclusive growth. Churchandpur district has always been among one of the top priorities of the state. Being a border district, the government is committed to provide connectivity and essential infrastructure to the furthest hamlet for overall development. At the same time, we as citizens of this country have a bounden duty to safeguard our country and its interests. We cannot afford our land to be encroached or be allowed to be illegally inhabited by people from beyond the borders. Both the state and central government are committed to take effective steps to address this challenge. I would also like to mention about recent natural calamities, especially the cloudburst and flash floods that cut off several villages of Henglap area of Churchandpur. To deal with this, Operation Sahyog was launched by the Assam Rifles, Indian Air Force and District Administration to supply over 6 tons of essential relief to 18 remote villages in Henglap, cut off due to landslides. This swift, coordinated response reached 1,500 villagers with vital rations and supplies. A 3-phase resettlement plan for internally displaced persons is being taken up to settle them at the earliest. Additional security personnel and quick response teams were deployed to further bolster safety and stability. माननीय प्रधानमंत्री जी, आज यहाँ आपकी उपस्थिति आशा की किरण है और साथ ही शांति एवं समावेशी विकास के प्रति केंद्र सरकार की अटूट प्रतिबद्धता की पुष्टि भी है। माननीय प्रधानमंत्री जी, आपकी उपस्थिति और समर्थन से इस क्षेत्र को खास तवज्जो मिलेगी और इसका मान बढ़ेगा, ऐसा मेरा विश्वास है, जिसके लिए मैं यहाँ की जनता की तरफ से और राज्य सरकार की तरफ से तहे दिल से आज आपकी उपस्थिति के लिए आपका शुक्रिया अदा करता हूँ। जय हिंद, जय मणिपुर।
May I request Honorable Prime Minister to unveil the plaque to mark the laying of foundation stones of 19 projects amounting to rupees 7,300 crore by the press of a button. Viksit Bharat, Viksit Manipur. मैं माननीय प्रधानमंत्री जी से निवेदन करती हूँ कि वे 7,300 करोड़ रुपए लागत से बने वाले 19 परियोजनाओं की आधारशिला रखने हेतु आधारशिला पट्टिकाओं का बटन दबाकर अनावरण करें। धन्यवाद महोदय। May I request the dignitaries to be kindly seated. With the laying of the foundation stones of these development projects by the Honorable Prime Minister, let us now watch a short film depicting the vision, scope and impact of these projects. Under the visionary leadership of Honorable Prime Minister Shri Narendra Modi, Manipur is witnessing a new era of transformation through massive investments across sectors. हमने नॉर्थ ईस्ट के साथ केवल योजनाओं के माध्यम से रिश्ता नहीं जोड़ा, हमने दिल से रिश्ता बनाया है। Today, foundation stones are laid for 19 projects worth more than 7,300 crore rupees. A giant step towards making Manipur economically vibrant and future-ready. Under the PM Divine scheme, super speciality healthcare infrastructure will be established in 5 remote districts: Chandir, Jiribam, Senapati, Tamenglong and Ukru, at a cost of over 100 crore rupees. This will bring advanced medical care closer to the people, ensuring better health outcomes and reducing out-of-pocket expenses. Connectivity is the backbone of development. With an investment of over 2,560 crore rupees, the Tengnopal Shangshak National Highway and the projects under the Imphal-Ukhrul Jesami Economic Corridor under the Bharatmala Pariyojana. Foundation stones are laid for 9 working women's hostels worth over 140 crore rupees. These hostels will provide modern amenities, safe living spaces and an ecosystem for growth. In the digital age, 150 crore rupees will promote digital skills, entrepreneurship and create opportunities in the global IT industry. Education is the foundation of progress. With an investment of over 130 crore rupees under the NESIDS Otri scheme, 120 high schools and higher secondary schools across the state will be strengthened. Additionally, the infrastructure development of Oriental College, Takyel, funded by the NEC at a cost of 6 crore rupees, will enhance higher education facilities in Manipur. Tourism is a symbol of Manipur's rich heritage and culture. At Ibudhau Marching Polo Ground, infrastructure development worth 30 crore rupees under NESIDS Otri will boost tourism around this historic site. Further, the Barak Heritage Festival and tourism infrastructure at Koide Bisho village, Senapati, funded by the NEC at a cost of 4 crore rupees, will showcase the cultural vibrancy of the region. In the field of renewable energy, the installation of a grid-connected SPV power plant at power substations and a 5-megawatt floating SPV power plant at the Thaubal Multipurpose Project Reservoir is being taken up under NESIDS Otri through MoneyRadar with an investment of 33 crore rupees. These projects will provide clean energy and ensure sustainable power for Manipur's future. Manipur, the powerhouse of sports, will receive a boost with a new multi-purpose indoor hall at Kuman Lampak worth 36 crore rupees, nurturing the next generation of champions. Finally, with an investment of around 3,650 crore rupees,
The Urban Roads, Drainage and Asset Management Project will strengthen Manipur's urban infrastructure, improve connectivity and reduce maintenance costs, enabling more funds for rural road development. From healthcare to highways, from women's empowerment to digital innovation, from sports to sustainable infrastructure, these foundation stones are not just projects. They are the building blocks of a stronger, prosperous and resilient Manipur. Thank you so much, Honorable Prime Minister. Today, the long-cherished dream of the people of this land has become an amazing reality. May I now take the distinct honor of requesting Honorable Prime Minister Shri Narendra Modi ji to address the gathering. अब मैं माननीय प्रधानमंत्री महोदय श्री नरेंद्र मोदी जी से विनम्र आग्रह करना चाहूंगी कि आप जन समुदाय को संबोधित करें। भारत माता की, भारत माता की, भारत माता की। मंच पर विराजमान राज्यपाल श्रीमान अजय भल्ला जी, राज्य प्रशासन के अन्य अधिकारीगण और इस कार्यक्रम में उपस्थित मणिपुर के मेरे भाई और बहनों, आप सबको नमस्कार। मणिपुर की ये धरती हौसलों और हिम्मत की धरती है। ये हिल्स प्रकृति का अनमोल उपहार है और साथ ही ये हिल्स आप सभी लोगों की निरंतर मेहनत का भी प्रतीक है। मैं मणिपुर के लोगों के जज्बे को सैल्यूट करता हूं। इतनी भारी बारिश में भी आप इतनी बड़ी संख्या में यहां आए, मैं आपके इस प्यार के लिए आपका आभार व्यक्त करता हूं। भारी बारिश के कारण मेरा हेलीकॉप्टर नहीं आ पाया, तो मैंने सड़क मार्ग से आना तय किया और आज मैं सड़क पर जो दृश्य देखे तो मेरा मन कहता है कि परमात्मा ने अच्छा किया कि मेरा हेलीकॉप्टर आज नहीं चला और मैं रोड से आया और जो रास्ते भर तिरंगा हाथ में लेकर के अबाल वृद्ध सबने जो प्यार दिया, जो अपनापन दिया, मेरे जीवन में मैं इस पल को कभी नहीं भूल सकता। मैं मणिपुर वासियों का सर झुका करके नमन करता हूं। साथियों, इस क्षेत्र की संस्कृति और परंपराएं, यहां की विविधता और वाइब्रेंसी भारत का बहुत बड़ा सामर्थ्य है और मणिपुर के तो नाम में ही मणि है। ये वो मणि है जो आने वाले समय में पूरे नॉर्थ ईस्ट की चमक को बढ़ाने वाली है। भारत सरकार का निरंतर प्रयास रहा है कि मणिपुर को विकास के रास्ते पर तेजी से आगे ले जाएं। इसी कड़ी में मैं आज यहां आप सभी के बीच आया हूं। थोड़ी देर पहले इसी मंच से करीब
7,000 करोड़ रुपए के प्रोजेक्ट का शिलान्यास हुआ है। ये प्रोजेक्ट मणिपुर के लोगों की, यहां हिल्स पर रहने वाले ट्राइबल समाज की जिंदगी को और बेहतर बनाएंगे। ये आपके लिए हेल्थ और एजुकेशन की नई सुविधाओं का निर्माण करेंगे। मैं मणिपुर के आप सभी लोगों को, चुराचांदपुर के लोगों को इन परियोजनाओं के लिए बहुत बहुत बधाई देता हूं। साथियों, मणिपुर बॉर्डर से सटा राज्य है। यहां पर कनेक्टिविटी हमेशा से बहुत बड़ी चुनौती रही है। अच्छी सड़कें ना होने की वजह से आपको जो परेशानी आती रही है, वो मैं भली भांति समझता हूं। इसलिए 2014 के बाद से मेरा बहुत जोर रहा कि मणिपुर की कनेक्टिविटी के लिए लगातार काम किया जाए। और इसके लिए भारत सरकार ने 2 स्तर पर काम किया। पहला, हमने मणिपुर में रेल और रोड का बजट कई गुना बढ़ाया। और दूसरा, शहरों के साथ ही गांवों तक भी सड़कें पहुंचाने पर जोर लगाया। साथियों, बीते वर्षों में यहां नेशनल हाईवे पर 3,700 करोड़ रुपए 3,700 करोड़ रुपए खर्च किए गए हैं। 8,700 करोड़ की लागत से नए हाईवे पर काम बहुत तेजी से चल रहा है। पहले यहां गांवों में पहुंचना कितना मुश्किल था, आप भी जानते हैं। अब सैकड़ों गांवों में यहां रोड कनेक्टिविटी पहुंचाई गई है। इसका बहुत अधिक लाभ पहाड़ी लोगों को, ट्राइबल गांवों को हुआ है। साथियों, हमारी सरकार के दौरान ही मणिपुर में रेल कनेक्टिविटी का विस्तार हो रहा है। जिरीबाम इंफाल रेलवे लाइन बहुत जल्द राजधानी इंफाल को नेशनल रेल नेटवर्क से जोड़ देगी। इस पर सरकार 22,000 करोड़ रुपए खर्च कर रही है। 400 करोड़ की लागत से बना नया इंफाल एयरपोर्ट एयर कनेक्टिविटी को नई ऊंचाई दे रहा है। इस एयरपोर्ट से राज्य से दूसरे हिस्सों के लिए हेलीकॉप्टर सर्विसेज भी शुरू की गई है। ये बढ़ती हुई कनेक्टिविटी मणिपुर के आप सभी लोगों की सुविधाएं बढ़ा रही है। यहां के नौजवानों के लिए रोजगार के नए मौके बना रही है। साथियों, आज भारत बहुत तेजी से विकसित हो रहा है। हम बहुत जल्द दुनिया की तीसरी सबसे बड़ी अर्थव्यवस्था बनने वाले हैं। और मेरा पूरा प्रयास है कि विकास का लाभ देश के कोने कोने में पहुंचे। एक समय था जब दिल्ली से घोषणाएं होती थी और उनको यहां पहुंचते पहुंचते
दशकों लग जाते थे। आज हमारा चूराचांदपुर, हमारा मणिपुर भी बाकी देश के साथ विकास कर रहा है। अब जैसे देश भर में गरीबों के लिए हमने पक्के घर बनाने की योजना शुरू की, इसका फायदा मणिपुर के भी हजारों परिवारों को मिला। यहां करीब 60,000 घर बन चुके हैं। इसी तरह इस क्षेत्र में पहले बिजली की कितनी समस्या होती थी, हमारी सरकार ने आपको इस परेशानी से मुक्ति दिलाने का प्रण लिया है। पंद्रह करोड़ से अधिक देशवासियों को नल से जल की सुविधा मिल चुकी है। मणिपुर में तो 7-8 साल पहले तक सिर्फ 25-30 हजार घरों में ही पाइप से पानी आता था, लेकिन आज यहां 3.5 लाख से अधिक घरों में नल से जल की सुविधा मिल रही है। मुझे विश्वास है कि बहुत जल्द मणिपुर के हर परिवार के घर में पाइप से पानी आने लगेगा। साथियों, पहले के समय में पहाड़ों में, ट्राइबल एरियाज में अच्छे स्कूल कॉलेज, अच्छे अस्पताल, ये भी सपना होते थे। कोई बीमार हो जाए तो मरीज को अस्पताल पहुंचाते ही बहुत देर हो जाती थी। आज भारत सरकार के प्रयासों से स्थिति बदल रही है। अब चूराचांदपुरा में ही मेडिकल कॉलेज तैयार हो गया है। यहां अब नए डॉक्टर भी बन रहे हैं और स्वास्थ्य सुविधाएं भी बेहतर हो रही है। आप जरा सोचिए, आजादी के अनेक दशकों तक मणिपुर के पहाड़ी क्षेत्रों में मेडिकल कॉलेज नहीं था। ये काम भी हमारी सरकार ने ही किया है। हमारी सरकार पीएम डिवाइन स्कीम के तहत 5 पहाड़ी जिलों में आधुनिक हेल्थ सर्विस विकसित कर रही है। आयुष्मान भारत योजना के तहत भारत सरकार गरीबों को 5 लाख रुपए तक के मुफ्त इलाज की सुविधा भी दे रही है। मणिपुर के भी करीब 2.5 लाख मरीजों ने इस योजना के जरिए अपना मुफ्त इलाज कराया है। अगर ये मुफ्त इलाज की सुविधा ना होती तो यहां मेरे गरीब भाई बहनों को अपने इलाज पर 350 करोड़ रुपए खुद के जेब से खर्च करने पड़ते। लेकिन ये सारा खर्च भारत सरकार ने उठाया है। वो इसलिए क्योंकि हर गरीब की चिंता को दूर करना हमारी प्राथमिकता है। साथियों, मणिपुर की ये धरती, ये क्षेत्र आशा और उम्मीद की भूमि है। लेकिन दुर्भाग्य से हिंसा ने इस शानदार इलाके को अपनी चपेट में ले लिया था। थोड़ी देर पहले मैं उन प्रभावित लोगों से मिला हूं जो कैंप्स में रह रहे हैं। उनसे बातचीत के बाद मैं कह सकता हूं कि उम्मीद और विश्वास की नई सुबह मणिपुर में दस्तक दे रही है। साथियों,
किसी भी स्थान पर विकास के लिए शांति की स्थापना बहुत जरूरी है। बीते 11 वर्षों में नॉर्थ ईस्ट में दशकों से चल रहे अनेक विवाद, अनेक संघर्ष समाप्त हुए हैं। लोगों ने शांति का रास्ता चुना है, विकास को प्राथमिकता दी है। मुझे संतोष है कि हाल ही में हिल्स और वैली में अलग अलग ग्रुप्स के साथ समझौतों के लिए बातचीत की शुरुआत हुई है। ये भारत सरकार के उन प्रयासों का हिस्सा है जिसमें संवाद, सम्मान और आपसी समझ को महत्व देते हुए शांति की स्थापना के लिए काम किया जा रहा है। मैं सभी संगठनों से अपील करूंगा कि शांति के रास्ते पर आगे बढ़कर अपने सपनों को पूरा करें, अपने बच्चों के भविष्य को सुनिश्चित करें। और मैं आज आपको वादा करता हूं, मैं आपके साथ हूं। भारत सरकार आपके साथ है, मणिपुर के लोगों के साथ है। साथियों, मणिपुर में जिंदगी को फिर से पटरी पर लाने के लिए भारत सरकार हर संभव प्रयास कर रही है। जो बेघर हो गए ऐसे परिवारों के लिए 7,000 नए घर बनाने के लिए हमारी सरकार मदद दे रही है। हाल में ही करीब 3,000 करोड़ रुपए का स्पेशल पैकेज भी स्वीकृत किया गया है। विस्थापितों की मदद के लिए 500 करोड़ रुपए का विशेष प्रावधान किया गया है। साथियों, मैं मणिपुर के ट्राइबल नौजवानों के सपने और उनके संघर्षों के बारे में अच्छी तरह जानता हूं। आपकी चिंताओं को दूर करने के लिए अलग अलग समाधानों पर काम हो रहे हैं। सरकार का प्रयास है कि गवर्नेंस की जो लोकल बॉडीज है उनको भी मजबूत किया जाए। इनके विकास के लिए उचित फंड्स की व्यवस्था भी की जा रही है। साथियों, आज हर ट्राइबल कम्युनिटी का विकास ये देश की प्राथमिकता है। पहली बार आदिवासी क्षेत्रों के विकास के लिए धरती आबा जनजातीय ग्राम उत्कर्ष अभियान चल रहा है। इसके तहत मणिपुर के 500 से ज्यादा गांवों में विकास के काम हो रहे हैं। ट्राइबल एरियाज में एकलव्य मॉडल रेसिडेंशियल स्कूलों की संख्या भी बढ़ाई जा रही है। यहां मणिपुर में भी 18 एकलव्य मॉडल रेसिडेंशियल स्कूल बन रहे हैं। स्कूलों और कॉलेजों के आधुनिकीकरण से यहां के पहाड़ी जिलों में एजुकेशन की सुविधाएं बहुत अधिक बढ़ने वाली है। साथियों, मणिपुर का कल्चर नारी शक्ति को बढ़ावा देने वाला रहा है और हमारी सरकार भी नारी शक्ति को एम्पावर करने में जुटी है। सरकार वर्किंग विमेन हॉस्टल का भी निर्माण कर रही है ताकि मणिपुर की बेटियों की मदद हो सके। साथियों, हम मणिपुर को पीस, प्रॉस्पेरिटी और प्रोग्रेस का प्रतीक बनाने का
लक्ष्य लेकर चल रहे हैं। मैं आपको हृदय से बहुत बहुत आभार व्यक्त करता हूं। मेरे साथ बोले, भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद। माननीय प्रधानमंत्री महोदय के अनमोल वचन व प्रेरणादायक शब्दों के लिए बहुत बहुत പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏകദേശം 8,000-ലധികം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം മണിപ്പൂരിൽ തുടക്കം കുറിക്കുന്നത്. അത് ചുരാചന്ദ്പൂരിൽ 7,300 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉൾപ്പെടും. പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂടെയാണ് എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നതും നമ്മൾ കണ്ടതാണ്. നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പറയൂ. നന്ദൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ എപ്പോഴും ഒപ്പമുണ്ടാകും എന്ന് ഉള്ള വാക്കും ഉറപ്പും അദ്ദേഹം നൽകുകയുണ്ടായി. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്? 7,300 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വിവിധ വികസന പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. അതായത് കൂടുതൽ പാതകൾ നിർമ്മിക്കുവാൻ വേണ്ടി, മണിപ്പൂരിന്റെ മണ്ണിൽ കൂടുതൽ ഈ ഗതാഗതം കൂടുതൽ സുഗമമാക്കുവാൻ വേണ്ടി ഉതകുന്ന പദ്ധതികൾ. ഒപ്പം തന്നെ ലേഡീസ് ഹോസ്റ്റലുകൾ, ഏതാണ്ട് 9-ലധികം ലേഡീസ് ഹോസ്റ്റലുകൾ ഉള്ള പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മണിപ്പൂരിൽ സുസ്ഥിരമായ വികസനം സാധ്യമാകണം, ഒപ്പം തന്നെ സമാധാനം പൂർണ്ണമായും നിലനിൽക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ കുക്കി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള മേഖലയാണ് ചുരാചന്ദ്പൂർ. ഇവിടെ നിന്നും അദ്ദേഹം പോകുക മെയ്തി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ഇംഫാൽ മേഖലയിലേക്കാണ്. ഇംഫാലിൽ 1,200 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അവിടെ മേത്തി വിഭാഗങ്ങളുമായും നേതാക്കന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് മണിപ്പൂരിൽ പൂർണ്ണമായും സമാധാനം പുലർത്തുവാൻ, അല്ലെങ്കിൽ സമാധാനം കാംക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ജനുവരി മുതൽ പൂർണ്ണമായും ഈ മണിപ്പൂർ മേഖലയിൽ നിന്നും സംഘർഷം ഒഴിവായി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവിടെ പ്രസിഡന്റ് ഭരണം തന്നെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പൂർണ്ണമായും സമാധാനം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും സമാധാനം കൈവരിക്കുന്ന പക്ഷം രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ വികസിക്കുന്നതിന് അപ്പുറത്തേക്ക് മണിപ്പൂർ വികസിക്കുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ടൂറിസം വികസനമടക്കം സാധ്യമാകുന്നുണ്ട്. മാത്രമല്ല മണിപ്പൂരുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിന്റെ കൃഷി അടക്കമുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള പരമ്പരാഗത മേഖലകളിൽ വലിയ രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയാൻ അല്ലെങ്കിൽ അതിന് ഉതകുന്ന നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ
എത്തിച്ചേർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. പരമ്പരാഗത തലപ്പാവ് സമ്മാനിച്ചാണ് അവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. ഏറെ നേരം അവർ വരച്ച ചിത്രവും സമാനമായി സ്വീകരിച്ചു. 2023 ഗോത്ര സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ചുരാചന്ദ്പൂർ. 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇവിടെ തുടക്കം കുറിച്ചത്. വലിയ സ്വീകരണമാണ് ഗോത്ര വിഭാഗങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. നന്ദൻ, എന്തായാലും BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി തന്നെയായിരുന്നു. അതിനുതകുന്ന പരിഷ്കാരങ്ങൾ തന്നെയാണ് ഓരോ സാമ്പത്തിക വർഷവും അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു റെയിൽ പാത കൂടി മിസോറാമിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഒരു വലിയ ചുവടുവയ്പ് കൂടി കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. മണിപ്പൂർ, മിസോറാം, ആസാം ഈ 3 സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിലൂടെയും വിവിധ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകുകയും തുടക്കം കുറിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഇന്ന് മണിപ്പൂരിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറയുകയുണ്ടായി, കേന്ദ്ര സർക്കാർ ജനങ്ങളോടൊപ്പമാണ്, നിങ്ങളോടൊപ്പമാണ് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയുമുണ്ടായി. അതായത് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വികസന സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമേകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ നമുക്കവിടെ നിന്നും കാണാൻ കഴിയുന്നത്? രോഹിണി, മണിപ്പൂരിനെ വികസനത്തിന്റെ പാതയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മണിപ്പൂർ എന്നുള്ള പദത്തിൽ അല്ലെങ്കിൽ മണിപ്പൂർ എന്ന നാമത്തിൽ മണി എന്നുള്ള വാക്ക് അത് മുഴുവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും അത് ശോഭിപ്പിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ധീരതയുടെയും അതേപോലെ തന്നെ കറേജിന്റെയും ഒക്കെ തന്നെ പ്രതീകമാണ് മണിപ്പൂർ നിവാസികളെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. വലിയ മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗം തനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ മണിപ്പൂർ ജനതയെ കാണുവാൻ വേണ്ടി താൻ റോഡ് മാർഗമാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അവിടെ നിരവധി യുവാക്കളെ തനിക്ക് ഈ കൊടിയും ഏന്തി ദേശീയ പതാകയും ഏന്തി കാണുവാൻ സാധിച്ചു. ഒരു തരത്തിലും അത് മറക്കാൻ കഴിയില്ല തന്റെ ജീവിതത്തിൽ എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല അവിടെ ഏതാണ്ട് 7300 കോടി രൂപയുടെ പദ്ധതികളാണ് മണിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൽ അർബൻ റോഡുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ റോഡുകളുടെ വിവിധ റോഡുകളുടെ വികസനം, ഒപ്പം തന്നെ 5 ദേശീയ പാതകളുടെ വികസനം, ഇതിന് മാത്രം തന്നെ ഏതാണ്ട് 2500 കോടി രൂപയിലധികം വിലമതിക്കുന്ന പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത്. 9 വിമൻസ് ഹോസ്റ്റലുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്കും കടന്നിരിക്കുന്നു. ഇങ്ങനെ മണിപ്പൂരിന്റെ എല്ലാ തരത്തിലുള്ള വികസനവും സാധ്യമാക്കുക, അതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. മണിപ്പൂരിന്റെ മാത്രമല്ല മുഴുവൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെയും വികസനമാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. മണിപ്പൂരിലൂടെ അത് പൂർണ്ണമായും സാധ്യമാകുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ സമാധാനം കാക്ഷിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇപ്പോൾ ഇതിനുശേഷം അദ്ദേഹം ഇംഫാലിലേക്കാണ് പോകുന്നത്. ഇംഫാലിലും അദ്ദേഹം വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. 1300 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ അടുത്തതായി പ്രധാനമന്ത്രി ഇംഫാലിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. തന്റെ ഭരണകാലത്ത്, അതായത് ഈ NDA സർക്കാർ ഭരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ഗിരിബ്രാം ഇംഫാൽ റെയിൽവേ ലൈൻ സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. 22,000 കോടി രൂപ ഏതാണ്ട് ഈ ദേശീയ നാഷണൽ റെയിൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുവാൻ വേണ്ടി ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഇംഫാലിൽ പുതിയ എയർപോർട്ട് ഏതാണ്ട് 400 കോടി രൂപയുടെ അധികം ചെലവിട്ടുകൊണ്ട് പുതിയ എയർപോർട്ട് നിർമ്മിച്ചുകൊണ്ട് എയർ കണക്ടിവിറ്റി സുഗമമാക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അത്തരം നടപടികളും കൈക്കൊണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു വികസനം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. 2014 ശേഷം കൃത്യമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് മണിപ്പൂരിന്റെ കണക്ടിവിറ്റി അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള പ്രയത്നങ്ങൾ, കർമ്മ പദ്ധതികൾ നടപ്പാക്കി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏതാണ്ട് 3700 കോടി രൂപ ചെലവഴിച്ചാണ് ദേശീയ പാതകളും മറ്റും വികസിപ്പിച്ചത്. കൂടാതെ 8700 കോടി രൂപ ചെലവിട്ടുകൊണ്ട് മറ്റ് വിവിധ ദേശീയ പാത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും നടപ്പാക്കി
നടക്കുന്നു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇങ്ങനെ മണിപ്പൂരിനൊപ്പം തന്നെ മുഴുവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും പൂർണ്ണമായ ഒരു വികാസമാണ് ഇവിടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ അത് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതും പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ എന്ന നേട്ടം ഇനി നമോ ഭാരതിന് സ്വന്തം. വന്ദേ ഭാരതിനെ പിന്തള്ളിയാണ് നമോ ഭാരതിന്റെ നേട്ടം. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ 55 കിലോമീറ്റർ സെക്ഷനിലാണ് നമോ ഭാരതിന്റെ മിന്നൽ കുതിപ്പ്. കിഴക്കൻ ഡൽഹിയിലെ ന്യൂ അശോക് നഗറിനും ഉത്തർപ്രദേശിലെ മീററ്റ് സൗത്തിനുമിടയിൽ 30 നമോ ഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ഓരോ സ്റ്റേഷനിൽ നിന്നും 15 മിനിറ്റ് ഇടവേളയിലാണ് സർവീസ് നടത്തുക. ചില സ്റ്റേഷനുകൾക്കിടയിൽ 160 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ നമോ ഭാരതിനായി. 82.15 കിലോമീറ്റർ നീളമുള്ള ഇടനാഴിയുടെ കമ്മീഷനിംഗ് ഉടൻ നടത്തുമെന്ന് നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. അതിവേഗം കുതിക്കുന്ന നമോ ഭാരതിന് ആകെ 16 സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. 2016 ആരംഭിച്ച ഗതിമൻ എക്സ്പ്രസ് ആയിരുന്നു രാജ്യത്തെ ആദ്യത്തെ അതിവേഗ ട്രെയിൻ. ഹസ്രത്ത് നിസാമുദ്ദീനും ആഗ്രയ്ക്കുമിടയിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടിയിരുന്നു. വന്ദേ ഭാരത് ട്രെയിനുകളും ഇതേ വേഗതയിലാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ 2024 ജൂൺ മാസം മുതൽ വേഗത 130 കിലോമീറ്ററായി ചുരുക്കുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, ജനം.